ഇറാനിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്ക നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ ഏകദേശം പൂർത്തിയായി എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ. ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ അതിന്റെ സുരക്ഷ ഏറ്റെടുക്കണമെന്നും ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. The strait itself is we're doing a good job, but it would be nice if the countries, including China, if the countries that use it, China uses it 90% of their energy. Japan is 95% of the energy. It would be nice if those countries would get involved. Yes. തുർക്കിക്കെതിരെയും ഒമാനെതിരെയും നടന്ന ആക്രമണങ്ങളിൽ പങ്കില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനയി വെളിപ്പെടുത്തുന്നു. ഇറാനും അയൽ രാജ്യങ്ങൾക്കുമിടയിൽ ഒരു ഭിന്നത അത് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നതെന്നും ഖമനയി ആരോപിക്കുന്നുണ്ട്. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ്. മധു, എന്തായാലും അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ട്രംപ് ഇങ്ങനെ മാറ്റി മറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ പ്രസ്താവനയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ യുദ്ധം ഉടൻ തന്നെ അവസാനിക്കുമോ? ഗുഡ് മോർണിംഗ് സ്മിത, പ്രവിത. ഇന്നലെ മുതൽ തന്നെ ഈ മിഡിൽ ഈസ്റ്റിലെ മിലിറ്ററി ഓപ്പറേഷൻസ് ഒരു വൈൻഡിങ് ഡൗണിന്റെ സൂചനകൾ ഡൊണാൾഡ് ട്രംപ് നൽകുന്നുണ്ടായിരുന്നു. ഈ എണ്ണക്കടത്ത് പാതയ ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷാ ചുമതലയ്ക്ക് മറ്റ് രാജ്യങ്ങളോടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അവരൊന്നും അതിനോട് നല്ല രീതിയിൽ പ്രതികരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇനി ആ പാത ഉപയോഗിക്കുന്നത് മറ്റ് രാജ്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ആവശ്യപ്പെട്ടു. അമേരിക്കയ്ക്ക് ഈ പാതയുടെ ഒന്നും ഒരു ആവശ്യവുമില്ല. അതിനാൽ അത് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ തന്നെ അതിനുവേണ്ട സെക്യൂരിറ്റി കൊടുക്കണം. പ്രത്യേകിച്ച് ചൈന, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളാണ് കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നതെന്ന് ട്രംപ് പറയുന്നു. മറ്റ് രാജ്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം ഹോർമൂസ് കടലിടുക്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അമേരിക്ക നൽകുന്ന കാര്യം പരിഗണിക്കുകയും ചെയ്യും. അതുപോലെ ഇറാനിലെ ഭരണകൂടത്തിനെതിരായ സൈനിക ലക്ഷ്യങ്ങൾ നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ ആ ലക്ഷ്യങ്ങളൊക്കെ കൈവരിച്ചതായിട്ട് അല്ലെങ്കിൽ അതിനോട് വളരെ അടുത്തെത്തതായിട്ടാണ് ട്രംപ് ഇന്ന് രാവിലെ പറഞ്ഞത്. ഇറാന്റെ മിസൈൽ ശേഷി തകർക്കുക, അതുപോലെ അവരുടെ ന്യൂക്ലിയർ എക്സ്പെരിമെന്റ്സ് തടയുക, അതുപോലെ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ മറ്റ് സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കുക, ഇവയൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങളെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതുമാത്രമല്ല, ഇറാൻ ഭരണകൂടവുമായി ഒരു ചർച്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഒരു സീസ് ഫയർ പ്രഖ്യാപിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇറാനെ അല്ലെങ്കിൽ ശത്രുപക്ഷത്തെ പൂർണ്ണമായിട്ടും തകർക്കുന്ന ഒരു സ്റ്റേജിൽ അത്തരം ഒരു സീസ് ഫയറിന്റെ ആവശ്യമില്ലെന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമുദ്രപാതകളിൽ ഒന്നാണല്ലോ ഹോർമൂസ് കടലിടുക്കിൽ. അവിടെ ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ഈ കപ്പലുകൾക്ക് ഒരു ട്രാൻസിറ്റ് ഫീസ് ഈടാക്കാനുള്ള നിയമനിർമ്മാണ ചർച്ചകൾ ഇറാൻ പാർലമെന്റിൽ ആരംഭിച്ചതായിട്ട് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുമാത്രമല്ല, ചൈന, ഇന്ത്യ, അതുപോലെ പാകിസ്ഥാൻ, മലേഷ്യ, ഇറാഖ് തുടങ്ങിയ അവരുടെ സൗഹൃദ രാജ്യങ്ങൾക്ക് ഈ അവരുടെ സൗഹൃദ രാജ്യങ്ങളുടെ ഈ കപ്പലുകൾക്കൊക്കെ ഇതിലൂടെ ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായിട്ട് കടന്നു പോകാൻ ഇറാൻ അനുമതി നൽകിയിട്ടുമുണ്ട്. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇറാൻ ഈ ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഈ പാതയിലൂടെ ഏതാണ്ട് 95% ഈ ഗതാഗതം കുറഞ്ഞു. പ്രതിദിനം ഏതാണ്ട് 130 കപ്പലുകൾ പോകുന്നിടത്ത് ശരാശരി ഒരു 3-4 കപ്പലുകൾ മാത്രമാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഏതാണ്ട് ഈ കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് അധികം 20-ലധികം കപ്പലുകൾക്ക് നേരെ ഇവിടെ ആക്രമണം ഉണ്ടായി. 2000-ഓളം കപ്പലുകൾ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇന്ധന വിലയൊക്കെ വലിയ തോതിൽ കൂടുകയും ചെയ്യുന്നത്. അതുപോലെ നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ തുർക്കിക്കെതിരെയും ഒമാനെതിരെയും കഴിഞ്ഞ ദിവസം ആക്രമണങ്ങൾ ഉണ്ടായി. അതിന് ഇറാന് യാതൊരു പങ്കുമില്ലെന്നാണ് അവരുടെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനയി വ്യക്തമാക്കുന്നത്. ഇറാനും അയൽ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുവാനുള്ള ഒരു ഗൂഢതന്ത്രമാണ് ഈ ഇസ്രായേൽ നടത്തുന്നത്. അതുകൊണ്ട് അയൽ രാജ്യങ്ങളൊക്കെ വളരെ ജാഗ്രതയോടെ നിൽക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ഒരു വശത്ത് പറയുമ്പോൾ 5000-ഓളം സൈനികരെ കൂടെ ഈ മേഖലയിലേക്ക് വിന്യസിപ്പിക്കുവാൻ പെന്റഗൺ തീരുമാനിച്ചു കഴിഞ്ഞു. പസഫിക് മേഖലയിൽ നിന്നുള്ള സൈനികരെ അടിയന്തരമായിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റുന്നുണ്ട്. പടക്കപ്പലുകൾ, അതുപോലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഈ സൈനിക വിന്യാസത്തിനോടൊപ്പം അമേരിക്ക അയക്കുകയും ചെയ്യുന്നുണ്ട്. സ്മിത, പ്രവിത. ശ്രീ മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ ട്രംപിന്റെ വായിൽ നിന്ന് നമ്മൾ കേട്ടത്. അങ്ങനെ അതൊരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണെങ്കിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലൊക്കെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് മലയാളികൾ. അത് നമ്മൾ പ്രേക്ഷകരെ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ല. എനിക്ക് തോന്നുന്നു 2 വീടെടുത്ത് കഴിഞ്ഞാൽ അതിലൊരു ഗൾഫുകാരനില്ലാത്ത വീടുണ്ടാവില്ല.
അത് മാത്രമല്ല, ഈ ലോകം മുഴുവനും ഇങ്ങനെ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ എന്ത് വിജയമാണ് നേടാനുള്ളത്? ഒരു യുദ്ധവും ഒരു നേട്ടവും കൊണ്ടുവരുന്നില്ല എന്നുള്ള ഒരു കാര്യം, അത് ട്രംപിനോടൊന്ന് പോയി പറഞ്ഞെങ്കിൽ, ആരെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ എന്ന് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാലം കൂടിയാണിത്. ഇതേ ട്രംപാണ് സമാധാനത്തിന് നൊബേൽ സമ്മാനം വാങ്ങാനായിട്ട് നടക്കുന്നത് എന്നുള്ളത് അതൊരു വലിയ വിരോധാഭാസമാണ്. എന്താണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നതെന്ന് ആർക്കറിയാം? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.